തൃപ്പൂണിത്തുറയിൽ 15 വയസ്സുകാരൻ്റെ അസ്വാഭാവിക മരണത്തിൽ വിശദമായ അന്വേഷണം. ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ കുട്ടി മാനസികമായും ശാരീരികമായും പീഡനങ്ങൾക്ക് ഇരയായെന്ന് കുടുംബം പരാതിപ്പെടുന്നു. അതേസമയം ആരോപണം സ്കൂൾ അധികൃതർ നിഷേധിച്ചിരിക്കുകയാണ്. അമൽനാഥ് പാട്ടിച്ചാലാണ് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി നമ്മൾക്കൊപ്പം ചേരുന്നത്. അമൽനാഥ് എവിടെ? അമൽ, ഗുഡ് മോർണിംഗ്. അമൽ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അമൽ, ഞാനും ഗുഡ് മോർണിംഗ് കേരളത്തിൽ ആദ്യമായിട്ടാണ് നേരിട്ടിങ്ങനെ കാണുന്നത്. അമൽ, കൊച്ചിയിൽ പ്രേക്ഷകർക്ക് ഇപ്പോൾ പരിചിതനാണ്. കുറച്ച് നാളായി ഇപ്പോൾ അവിടുന്ന് റിപ്പോർട്ടറായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. അമൽ, ഈ കേസിൽ അന്ന് ഈ സംഭവം ഉണ്ടാകുമ്പോൾ തന്നെ എല്ലാവരും വളരെ ഞെട്ടലോടെയാണ്. രാവിലെ പറഞ്ഞ പോലെ തന്നെ മുകളിലത്തെ നിലയിൽ നിന്ന് ഒരു വിദ്യാർത്ഥി വീഴുന്നു, മരിക്കുന്നു, എന്താണ് സംഭവം എന്നൊക്കെ ഉള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ഇന്നലെയാണ് അതുമായി ബന്ധപ്പെട്ട ചില പരാതികളൊക്കെ പുറത്തു വന്നത്. ഈ റാഗിങ്ങിന് വിധേയനായി, അതുപോലെ ക്രൂരമായി ആക്രമിക്കപ്പെട്ടു, മരണശേഷം അത് ആഘോഷമാക്കി എന്നൊക്കെ ചില കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. അപ്പോൾ ഏതൊക്കെ തരത്തിലാണ് ഈ കുട്ടി സ്കൂളിൽ പലതരത്തിലുള്ള പീഡനങ്ങൾക്ക് വിധേയമായത് എന്ന് കുടുംബം പറയുന്നുണ്ടോ? ആ സ്കൂൾ അധികൃതർ ഇതാകെയും ഇത് നിഷേധിച്ചിരിക്കുകയാണോ? ശരത്, തീർച്ചയായും ഈ കുട്ടിയുടെ അമ്മ നൽകിയ പരാതിയിൽ വളരെ വ്യക്തമായ രീതിയിൽ ഈ കുട്ടി ഏത് തരത്തിലുള്ള പീഡനത്തിനാണ് ഇരയായത് എന്നത് അതിൽ പറയുന്നുണ്ട്. അതായത് സഹപാഠികളിൽ നിന്നും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പീഡനങ്ങൾക്കാണ് കുട്ടി ഇരയായത് എന്നാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഈ സഹപാഠികൾ ഈ കുട്ടിയെ സ്കൂൾ ബസ്സിലിട്ട്, ഒപ്പം തന്നെ ക്ലാസ് റൂമിലിട്ടും ഒക്കെ വലിയ രീതിയിൽ, അതായത് ഈ ടോയ്ലറ്റിനകത്ത് കൊണ്ടുപോയി ഈ ക്ലോസറ്റിനകത്തേക്ക് തലവെച്ച് ഫ്ലഷ് അടിക്കുക, അത്തരത്തിൽ വളരെ ക്രൂരമായ രീതിയിലുള്ള പീഡനങ്ങളാണ് ഈ കുട്ടി സഹപാഠികളിൽ നിന്നും ഏറ്റുവാങ്ങിയിട്ടുള്ളത്. ഒപ്പം തന്നെ നിറത്തിൻ്റെ പേരിൽ പരിഹസിക്കുക, ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളായിരുന്നു. ഈ കുട്ടി ആത്മഹത്യ ചെയ്യുന്ന ആ ദിവസം വരെ ഇത്തരത്തിലുള്ള പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നാണ് ഈ അമ്മ ഈ ഒരു പരാതിയിൽ പറയുന്നത്. പിന്നീട് ഈ കുട്ടിയുടെ മരണത്തിന് ശേഷം ഈ വാട്സപ്പിലെയും ഒപ്പം തന്നെ ഇൻസ്റ്റഗ്രാമിലെയും പോസ്റ്റുകൾ വഴി അല്ലെങ്കിൽ ചാറ്റിങ്ങുകൾ വഴിയാണ് ഇത്തരത്തിലുള്ള വിവരം ഈ അമ്മയ്ക്ക് ലഭിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുള്ളത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഊർജിതമായ അന്വേഷണത്തിലേക്ക് നീങ്ങാനാണ് പോലീസിൻ്റെ തീരുമാനമുള്ളത്. ACPയുടെ നേതൃത്വത്തിലായിരിക്കും ഈ ഒരു അന്വേഷണം നടക്കുക. ഇതിൻ്റെ ഭാഗമായി സഹപാഠികളുടെ മൊഴിയെടുക്കും. ഒപ്പം തന്നെ ഈ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ അധികൃതരുടെ മൊഴിയെടുക്കുവാനുള്ള നീക്കത്തിലേക്കും പോയിട്ടുണ്ട്. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ഗ്ലോബൽ പബ്ലിക് സ്കൂൾ ഒരു തരത്തിലുള്ള പ്രതികരണത്തിലേക്കും, അതായത് ഈ കുട്ടികളെ, അതായത് ഈ സഹപാഠികൾക്കെതിരെ ഒരു തരത്തിലുള്ള നടപടിയിലേക്ക് പോകും എന്ന രീതിയിലുള്ള പ്രതികരണവും നടത്തിയിട്ടില്ല എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്.